ഓൺലൈൻ റിവ്യൂവേഴ്സും സിനിമാക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പലതരം അതിന്റെ ഇഷ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ഇഷ്യൂസ് 2024 പുതിയൊരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. സംവിധായകനായിട്ടുള്ള അനീഷ് അൻവർ പ്രശസ്ത യൂട്യൂബർ ആയിട്ടുള്ള ഉണ്ണി വ്ലോഗ്സിനെ വിളിച്ച് തെറി വിളിക്കുകയും അതിന്റെ സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മുടെ കൂടെ സി മലയാളം ന്യൂസിനോടൊപ്പം ഉണ്ണി വ്ലോഗ്സ് എത്തിയിട്ടുണ്ട്. നമസ്കാരം ഉണ്ണി. നമസ്കാരം. ഓക്കെ. അപ്പോ ഉണ്ണിയുടെ ചാനൽ വഴി തന്നെ ഈ ഒരു കേസ് അനീഷ് അൻവർ ഇങ്ങനെ അസത്യം പറഞ്ഞതിനെ പറ്റിയും പിന്നെ അതിന്റെ കേസിനെ പറ്റിയൊക്കെ ഉണ്ണി വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. പിന്നീട് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അതിന്റെ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തതിനെ പറ്റിയും മറ്റൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും ഇപ്പൊ പുതിയൊരു സ്റ്റാറ്റസ് എന്താണ് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണോ? അതിന്റെ ഒരു പുതിയ നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? കേസുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എളമക്കര സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി കൊടുത്തതിന് ശേഷം അനീഷ് അൻവറിനെയും എന്നെയും കൂടി വിളിച്ചു വരുത്തി സംസാരിക്കുകയും ആ സംസാരത്തിന് ശേഷവും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലീസുകാരോട് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ACP ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നതാണ് അവർ പറഞ്ഞത്. അപ്പം ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. അതിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോയി അവിടെ ചെന്ന് കണ്ടത്. അതിനുശേഷം ACP ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു വിളി വന്നിട്ടില്ല. അപ്പം അവിടെ ചെല്ലുക, സംസാരിക്കുക, എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതായത് ഈ അനീഷ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യോ, കേസിൽ എന്തെങ്കിലും കോംപ്രമൈസിന് ശ്രമിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, പിന്നെ ഭീഷണിയോ അല്ലെങ്കിൽ ആ തരത്തിലൊന്നും വന്നിട്ടില്ല. പിന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയും ആ സിനിമയുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലാതെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും നമ്മൾ വിളിച്ച എല്ലാ ആൾക്കാരും പറയുന്നത് കൂടെയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഐക്യദാർഢ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒബ്വിയസ്ലി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പം അപ്പോളജൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെന്തെങ്കിലും കേസ് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ അപ്പോളജൈസ് അനീഷ് ചെയ്യുകയാണെങ്കിൽ അൻവർ വിളിച്ചിരുന്നു. അനീഷ് അനീഷ് അൻവർ അൻവർ അല്ല ആണോ? അല്ല അതെ അല്ലല്ല. അനീഷ് അൻവറും ഞാനും തമ്മിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്. അതായത് ഡയറക്റ്റ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളെ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വിളിച്ചിരുന്നു. ഐ മീൻ ഈ കോംപ്രമൈസ് എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഹേർട്ട് ആയിട്ടുള്ള 3 ഫീലിങ്സ് ആണ്. ആ 3 ഫീലിങ്സിനും നിരുപാധികം മാപ്പ് പറയാന്നുള്ള അങ്ങനെ ഒരു അപ്പോളജൈസിങ് ആണെങ്കിൽ ഞാൻ കേസിന് പോകാതിരിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പം എങ്ങനെയാണത് വേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. ഞാനപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു എന്താ പറയുക, 3 കാര്യങ്ങൾക്ക് മാപ്പ് പറയുന്നു. ഇപ്പം സുരേഷ് ഗോപിയുടെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അവർക്ക് അതുകൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് പറയുന്ന പോലത്തെ അതൊരു മാപ്പ് പറച്ചിലല്ല. അതൊരു ന്യായീകരണം മാത്രമാണ്. എനിക്ക് ന്യായീകരണം വേണ്ട. എനിക്ക് മാപ്പ് മതി. അപ്പം നിരുപാധികം മാപ്പ് പറയുന്ന ആ രീതിയിൽ, അതായത് ഈ പറയുന്ന എക്സ്ട്രാ പൊടിപ്പും തൊങ്ങലുകളും ഒന്നും ഇല്ലാതെ ന്യായീകരിക്കലല്ലാതെ അതൊരു കൃത്യമായിട്ടുള്ള ഒരു അപ്പോളജൈസിങ് ആണെങ്കിൽ നമ്മൾ കേസിന് പോകാതിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വേറെ അപ്ഡേറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, CI സാർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റേഷനിലേക്ക് എത്താൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. എന്നോട് ആ സമയത്താണ് വിളിച്ചത്. അപ്പം ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും CI സാറിന് വേറെ കുറേ തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ അനീഷ് അൻവർ അവിടെ നിന്ന് പോയി എന്നാണ് പറഞ്ഞത്. അപ്പം ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത് റിലീസ് ചെയ്യുക. അത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നും ഈ കേസ് പിൻവലിക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടാൽ ആ കേസ് പിൻവലിക്കുക അല്ലെങ്കിൽ മാപ്പ് നൽകുക എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോവുകയാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള അപ്പോളജി ആണെങ്കിൽ, അതായത് ഇപ്പോൾ അതിൽ എൻ്റെ അമ്മയ്ക്ക് വിളിക്കുന്നത്, അത് എൻ്റെ അമ്മയെ വിളിക്കുന്നത് മാത്രമല്ല, അത് മുഴുവൻ സ്ത്രീത്വത്തിന് നേരെയുള്ള ഒരു അപമാനിക്കലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഞാനതിൽ ചോദിക്കുകയും ചെയ്തിരുന്നു, നിങ്ങളിങ്ങനെ ഒരു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുള്ള സക്കരയുടെ ഗർഭിണികളുടെ അടുത്ത് എനിക്ക് അതൊക്കെയാണ് ഹേർട്ട് ആവുന്നത്. അതായത് അങ്ങനെ ഒരാൾ, നമ്മൾ അങ്ങനെ ലുക്കപ്പ് ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പം അനീഷ് അൻവർ എന്ന് പറയുന്നത് എനിക്ക് യാതൊരു തരത്തിലും ദേഷ്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരാളല്ല. അദ്ദേഹം ഈ സക്കരയുടെ ഗർഭിണികളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. ഐ മീൻ ഞാൻ റേഡിയോ സ്റ്റേഷനിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അങ്ങനെ ഒരു ചീത്ത വിളിക്കുമ്പോൾ നിങ്ങളതല്ലേ എടുത്തത്, അതെടുത്ത ഒരാളല്ലേ നിങ്ങൾ എന്ന് ഞാൻ ചോദിക്കുകയും അതെടുത്തതാണെങ്കിലും ഞാൻ വിളിക്കും എന്ന് പറയുന്നത് അത് മുഴുവൻ സ്ത്രീത്വത്തിന് നേരെയുള്ള ഒരു അപമാനിക്കലാണ്. അപ്പം എൻ്റെ അമ്മയോട് മാത്രമല്ല, മുഴുവൻ സ്ത്രീകളോടുമാണ് മാപ്പ് പറയേണ്ടത്. പിന്നെ അതിൽ വിളിച്ചിട്ടുള്ള പദപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്ക് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അതൊക്കെ വെറും കോമഡിയോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ദേഷ്യത്തിന് വിളിക്കുന്ന തെറിയൊക്കെ ആയിരിക്കും. പക്ഷെ അതങ്ങനെയല്ല. ഒരു
ഒരു വലിയ വിഭാഗം ഇന്ത്യയിലെ മുഴുവൻ ദളിത് കമ്മ്യൂണിറ്റിയും അവര് ഏൽക്കുന്ന എന്താ പറയാ അടിച്ചമർത്തലുകളുടെയൊക്കെ ഒരു ഒരു റിഫ്ലക്ഷൻ ആണത്. അപ്പൊ അത്തരം പദപ്രയോഗങ്ങൾ ആരും വിളിക്കാൻ പാടില്ല. അപ്പൊ മാതൃകാപരമായിട്ടാണ് അത്. ഇപ്പൊ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്റെ മാത്രം ആവശ്യമല്ല. അതൊരു മാതൃകാപരമായ ഒരു ഒരു രീതി ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ആരുടെയും മുഖത്ത് നോക്കി ഒരു ജാതി പേര് ചേർത്തുള്ള ഒരു ചീത്ത വിളിക്കാൻ പാടില്ല എന്നൊരു ഒരു മെസ്സേജ് എല്ലാവരിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. പിന്നെ അദ്ദേഹത്തിന് പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അപ്പൊ ആ ഹേർട്ട് ആയിട്ടുള്ള എന്റെ മാത്രമല്ല ഒരു ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഫീലിങ്സിനോടാണ് മാപ്പ് പറയേണ്ടത്. അത് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ കോമഡി ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചീത്തവിളി ആയിരിക്കും. പക്ഷെ അത് കേൾക്കുന്ന ആ അവസ്ഥയിലുള്ളവന്റെ അവസ്ഥ അതല്ല. അപ്പൊ അതുകൊണ്ട് അതിനോട് മാപ്പ് പറയണം. പിന്നെ ഇത്തരം ഭീഷണികളും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യവും അതുണ്ടായതിനെ തുടർന്നിട്ടുള്ള ഒരു ഒരു മാപ്പ് പറച്ചിലും വേണം. ഈ 3 കാര്യങ്ങളെ ഞാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ മറ്റേ ലോകോത്തരമായ കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ല. ഈ 3 കാര്യങ്ങൾ അപ്പോളജൈസ് ചെയ്യുകയാണെങ്കിൽ. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേസും കാര്യമൊക്കെ ആയിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്, എനിക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആ കേസ് ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെ ഒരു 3-4 ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സിനിമയ്ക്ക് പോകാൻ തോന്നുന്നില്ല. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള പല സിനിമകളുടെയും സംവിധായകരാണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സിനിമ നമ്മുടെ വന്നിട്ടുണ്ട്, കൊച്ചു സിനിമയാണ്, നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെ വിളിക്കുന്ന ആളുകളുടെ സിനിമകൾ ഞാൻ പോയി കാണുകയും അതിന് ഒരു റിവ്യൂ ഇടുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതെനിക്ക് പോകാൻ പറ്റുന്നില്ല. കാര്യം അതുണ്ടാക്കുന്ന എനിക്കിപ്പോഴാണ് ശരിക്കും ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇപ്പം പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ പരാതികൾ ഉണ്ടാകുന്ന സമയത്തും ഇവർ കടന്നു പോകുന്ന മാനസികാവസ്ഥയുടെ ഒരു ഒരു 0.5% എനിക്ക് മനസ്സിലായത്, ഞാൻ ഫീൽ ചെയ്തത് ഈ ദിവസങ്ങളിലാണ്. അപ്പൊ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നില്ല. ഒരു കേസോ കാര്യങ്ങളോ ആയിപ്പോയി ആരുടെയും കരിയറിനെ അത് ബാധിക്കണമെന്നില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, കാര്യം ഇതിലിപ്പോ എന്റെ അമ്മയെ ചീത്ത വിളിക്കുമ്പോൾ ഇവിടെ ഹേർട്ട് ആവുന്നത് എനിക്ക് മാത്രമല്ല. എന്റെ അമ്മയ്ക്ക് ഒരു 5 ആങ്ങളമാരുണ്ട്. അവർക്കിത് ഹേർട്ട് ആവും. അതേപോലെ അമ്മയ്ക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഇമോഷൻസിനെയാണ് ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല എന്നെ ഈ ഒരു കോള് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം വിളിച്ച എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും പേരുടെ ഫീലിങ്സ് ആണ്, അത്രയും പേരുടെ അമ്മ എന്ന് പറയുന്ന വികാരത്തിനെയൊക്കെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനൊക്കെ മാപ്പ് പറഞ്ഞ് മാറുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഓക്കെ. ഇപ്പോ ഈ സംഭവത്തിൽ തന്നെ ഇപ്പോ അന്ന് വീഡിയോ ഇട്ടപ്പോ തന്നെയും ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, ഞാൻ മാത്രമല്ല ഉണ്ണിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. വല്ലാതെ ഒരു ഭയന്ന് ഒരു പ്രത്യേക രീതിയിലായിരുന്നു താങ്കൾ ആ വീഡിയോ പ്രസന്റ് ചെയ്തത്. അത് മാത്രമല്ല താങ്കൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, വല്ലാത്ത ഭയമുണ്ട്, ആ രീതിയിൽ താങ്കൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് ഇതേ കാര്യത്തിൽ തന്നെ ഉണ്ണിയുടെ ഈ വിഷയത്തിനോട് പ്രതികരിച്ച് സീക്രട്ട് ഏജന്റ് ആണെങ്കിലും ഒക്കെ തന്നെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോ അവരാണെങ്കിൽ തന്നെയും ഇത്തരം ഒരു കാര്യത്തെ അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താ, ആരെങ്കിലും ഭീഷണിയുമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാം, നമുക്ക് എന്താ ഏത് തരത്തിലാണെങ്കിലും നേരിടാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലൊരു ഒരു ധൈര്യത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോ ഈ ആണുങ്ങൾ ധൈര്യം കാണിക്കുന്നത് എന്തോ മാസാണെന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു രീതിയുണ്ട്. അപ്പോ ആ ഒരു കാര്യത്തിനെയും തന്നെ ഒരു പൊളിച്ചടക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ് താങ്കളുടെ ഒരു അപ്രോച്ച്. അപ്പോ ശരിക്കും ഒരു ഭയം എങ്ങനെയാണ്, എന്താണ് അങ്ങനെ ഉണ്ടായത് താങ്കൾക്ക്? ഭയപ്പെടേണ്ട കാര്യം ഉണ്ടല്ലോ. അതായത് മലയാള ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയൊരു ഇത്രയും വലിയൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രൊഡ്യൂസറിന്റെ ബാക്കപ്പ് ഒക്കെയുള്ള അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ നിന്ന് ഞാനൊരു സാധാരണ എന്താ പറയുക, അതായത് നമ്മുടെ സിനിമയിലൊക്കെ പറയുന്ന പോലത്തെ സാധാരണക്കാരനല്ല, സാമ്പത്തികമായി ഞാൻ അത്ര ഉയർന്ന നിലയിലുള്ള ആളൊന്നുമല്ല. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ കോൺടാക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിലും നമ്മളെ സഹായിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഒരു വലിയ ബാക്കപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതൊക്കെയുള്ള ഒരാളിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫോൺ കോൾസ് ഒക്കെ വരുന്നത് അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു വീഡിയോയിൽ. നാളെ ഇതിന്റെ കേസിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ അതിനോടൊപ്പം പറയാമെന്ന് വെച്ചിട്ടാണ്. ഒരു 10:15 മുതൽ 12:40 ആ ഒരു സമയം വരെയൊക്കെ എനിക്ക് ഫോൺ കോൾസ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ കേട്ട ആ ഫോൺ കോൾസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കോളിൽ മുഴുവൻ ചോദിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. അപ്പം ആ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാള് എന്നെ കൈ കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യുക? പിന്നെ നമ്മുടെയൊക്കെ വീടും അഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ മീഡിയക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അദ്ദേഹം കോൺടാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അത് കിട്ടിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഞാനത് ഈ ഫോൺ കോൾ ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഒരു കമ്പനിയില്ല, ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ കോവിഡിന്റെ സമയത്ത് എൻ്റെ അളിയനൊന്ന് പുറത്തു പോയപ്പോൾ പുള്ളിനെ പോലീസ് പിടിച്ചു വെച്ച് അങ്ങനെ സ്റ്റേഷനിൽ പോയി ഒന്ന് വിളിച്ചോണ്ട് വന്നു എന്നുള്ളതിനപ്പുറത്ത്
ഞാൻ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കയറിയിട്ടുള്ള ഒരാളല്ല. അപ്പം കാര്യം നമ്മൾ വീഡിയോസിലൂടെയും പറയും പോലീസുകാരെ പേടിക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കയറാന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു 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 ഭയപ്പാടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ രാത്രി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ വയ്യ. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഞാൻ കമ്മീഷണർക്കും എളമക്കര സ്റ്റേഷനിലൊക്കെ ആയിട്ട് ഇമെയിൽ കംപ്ലൈന്റ് ടൈപ്പ് ചെയ്യാണ്. ആ കംപ്ലൈന്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പുറത്ത് ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുണ്ടാക്കുന്ന ഒരു പ്രഷറുണ്ട്. അതായത് വെളുപ്പിനൊരു 4 മണി 5 മണി വരെ ഞാനിങ്ങനെ ഉറങ്ങാതിരിക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? എൻ്റെ അഡ്രസ്സ് കിട്ടുമോ? വീട്ടിൽ വരുമോ? ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നീട് ഈ കംപ്ലൈന്റ് കൊടുത്ത്, അതായത് ഞായറാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഞായറാഴ്ചയല്ല, ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് കംപ്ലൈന്റ് കൊടുത്ത് അതിനുശേഷം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഒരു ധൈര്യം കിട്ടുന്നത്. അതായത് ഇതിപ്പോ പൊതുജന ശ്രദ്ധയിലുള്ള ഒരു കാര്യമാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാൻ 10 പേരെങ്കിൽ 10 പേരുണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യം. അതിനുശേഷമാണ് നമുക്ക് ഒരുപാട് വിളികൾ വരുന്നതും ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതും. അതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഒരു ഭീഷണിയൊക്കെ ഉണ്ടാവുമ്പോൾ വാ മച്ചാനെ എല്ലാവരും വാന്ന് പറഞ്ഞ കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അതിനെയൊക്കെ നേരിടാൻ വേണ്ടി ഇരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയല്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എന്റെ സൗഹൃദങ്ങൾ അങ്ങനെയുള്ളതല്ല. അത് മാത്രമല്ല എനിക്ക് അങ്ങനെ ഒരു കാര്യം ഡീൽ ചെയ്യണമെന്നില്ല. എന്താ പറയാ, ഇപ്പൊ ഇതിന് എന്ന് ശേഷമാണ് വെച്ചാൽ തല്ലിനെ തല്ലുകൊണ്ട് നേരിടാം ആ ഒരു രീതിയില്ല. ഞാൻ അതിന് പറ്റിയ ഒരാളുമല്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല. ഇപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച സമയത്തും ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ഇത് പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. എനിക്ക് എന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇപ്പൊ ഒരാഴ്ച ആവുന്നു. അപ്പൊ ഈ ഒരാഴ്ചക്കുള്ളിലുള്ള നടപടികൾ എന്ന് പറയുന്നത് ജസ്റ്റ് സംസാരിച്ചു എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പം ചിലപ്പോൾ പോലീസുകാർക്ക് ഇത്തരം ഒരുപാട് കംപ്ലൈന്റുകൾ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അവർക്ക് അറിയായിരിക്കും ഇതിനെ തുടർന്ന് പിന്നീട് അയാളെ ആക്രമിക്കാനൊന്നും വരൂല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ അവർക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഇത് എനിക്കുണ്ടാക്കുന്ന ഒരു മാനസികാഘാതമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എനിക്കിത് പോലീസുകാർ മാത്രം അറിഞ്ഞ് പോകേണ്ട ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചത്, നമ്മളൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും 4 പേര് ഇത് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മാത്രമല്ല ആ വീഡിയോയിലും അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനത് വീണ്ടും കേൾക്കുമ്പോൾ അതങ്ങനെ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പേടി ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തല്ലി തീർക്കാനാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ പോവാം. ഇപ്പൊ എന്നെ എത്രയോ പേര് വിളിച്ച് ചോദിച്ചു, ബ്രോ ഞങ്ങൾ വരട്ടെ എന്നൊക്കെ അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഈ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. അപ്പം എന്റെ സമാധാനത്തിനെ ഒരാൾ ബുദ്ധിമുട്ടിച്ചു. ഞാൻ അയാളുടെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് അയാളെ ആക്രമിക്കുക, അയാളുടെ വീട്ടുകാരെ പറയുക, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക എന്ന് പറയാൻ അതല്ലല്ലോ അതിന്റെ രീതി. നമുക്കിവിടെ ഒരു നിയമ സംവിധാനം ഉണ്ടല്ലോ, അതുവഴി പോയി നോക്കുക എന്നുള്ളതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെയാണ്. പേടി ഓഫ് കോഴ്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ 10-15 ഇടിയൊന്നും കൊള്ളാൻ പറ്റുന്ന ആളൊന്നും അല്ല. യെസ്. പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു. അവിടെ നിന്ന് ഇപ്പോ ഉള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഇപ്പോ ഒന്ന് സൂചിപ്പിച്ചു. എങ്കിലും പോലീസ് സ്റ്റേഷനിലുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അവരുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? അതായത് നമ്മുടെ ഈ മുഖ്യധാര മാധ്യമങ്ങൾ യൂട്യൂബേഴ്സിനെ കുറിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ഇപ്പൊ സിനിമാ പ്രവർത്തകർ, യുവ സിനിമാ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഉടനെ നമ്മൾ ചേർത്ത് വെക്കുന്ന ഒന്നാണ് ലഹരി മരുന്നും അതിന്റെ ഉപയോഗമൊക്കെ. അതിന്റെ കാരണം ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അറസ്റ്റിലായി, ലഹരി മരുന്ന് വിൽപ്പനയോ അങ്ങനെ എന്തോ ആയിട്ട്. അപ്പൊ അതിന്റെ ക്യാപ്ഷൻ വരുന്നതേ ലഹരി മരുന്ന് വിൽപ്പനയുമായി യൂട്യൂബർ പിടിയിൽ നിന്നാണ്. അവര് ഒരു 4-5 വീഡിയോ മാത്രം ഇട്ടിട്ടുള്ള 100-400 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള യൂട്യൂബിലൊക്കെ ചുമ്മാ ഒന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവര് ടൈറ്റിൽ ചെയ്യുന്നതേ യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഒരു ഐഡിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തന്നെ യൂട്യൂബർ പിടിയിലായ ആളുകൾ വീഡിയോ ക്ലിപ്പൊക്കെ എല്ലാം കൂടി വിദേശികളുടെ ഒക്കെ വീഡിയോ ക്ലിപ്പ് ഒരുമിച്ചാക്കി റീൽ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്ക് അവരൊരു യൂട്യൂബർ അല്ല. പക്ഷെ അവരെ ബ്രാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഈ സിനിമ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രമുഖ പത്രം ഒരുപാട് റൈറ്റപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരുടെ ഉള്ളിലും അവരും പൊതുജനങ്ങളുടെ തന്നെ ഭാഗമാണല്ലോ. അപ്പൊ അവരുടെ ഉള്ളിലും ആ ഒരു ഐഡിയ ആണുള്ളത്. ആ രീതിയിലാണ് അവര് നമ്മളോട് ഫസ്റ്റ് റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത്. ഈ വിഷയം അറിഞ്ഞപ്പോ ഇത് മാത്രമല്ല, ഇപ്പോ ഇതിന് മുൻപ് തന്നെ ഉണ്ണിക്കെതിരെ ഉണ്ണി ഇപ്പോ പഴയതുപോലെയല്ല, പണ്ടിപ്പോ ഒരു ആയിരുന്നപ്പോഴുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ. പുറത്തിറങ്ങുമ്പോ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോ ഒരു പോപ്പുലർ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. ഇപ്പോ പല നെഗറ്റീവ് കമന്റ്സും ഇതിനു മുൻപേ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഈ തെറി വിളിക്കുന്ന സംഭവം ഇപ്പോ റീസെന്റ് ഉണ്ടായതാണ്. അപ്പോ താങ്കളുടെ വീട്ടുകാരുടെ, പ്രത്യേകിച്ച് ഇപ്പോ അമ്മയുടെ അല്ലെങ്കിൽ ഇപ്പോ പാർട്ട്ണറിന്റെ, അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഇതിനെപ്പറ്റി? വീട്ടുകാരുടെ എന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൽ മാത്രമല്ല, മൊത്തത്തിൽ. ഇല്ല, അങ്ങനെ എന്താ പറയുക, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയത്തി നിയമമാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു കേസിന് പോവാം,
അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവർക്കാണെങ്കിലും ഈ ടെൻഷൻ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ആക്ഷൻ നമ്മൾ അങ്ങനെ വെച്ച് പൊറപ്പിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. ഇന്നിപ്പോ എന്നോട് ചോദിച്ചു, ഇന്ന് എന്നോട് ഇങ്ങനെ പെരുമാറി, നാളെ ചിലപ്പോൾ ഇതിൽ മോശമായി പെരുമാറിയേക്കാം, അല്ലെങ്കിൽ വേറൊരാളായിരിക്കും ഇതിന് ഇരയാവുന്നുണ്ടാവുക. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന് ഒരു മാതൃകാപരമായ മറുപടി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാണ്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ തന്നെയാണ്. അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു. അമ്മ എന്നോട്, ഞാൻ ആദ്യത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞത്, നീ അവിടെ ചെന്ന് എല്ലാം സോൾവ് ആക്കിയിട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ ഈ പറയുന്ന പോലെ അവരും ഒരു പഴയ ആളാണ്. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ ഉള്ള ടെൻഷൻ ഇതാണെന്ന് പറയുമ്പോൾ അവരുടെ ടെൻഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ദിവസത്തിന് ശേഷം പിന്നെ അമ്മ അതങ്ങനെ തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഈ പുറത്തിറങ്ങി അല്ല, മൊത്തത്തിൽ ഈ താങ്കളുടെ ഈ ഇപ്പോ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും ഇത് നിർത്തിക്കൂടെ, അങ്ങനെ ഒരു രീതിയിൽ സജഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന്, ബന്ധുക്കളുടെ? സജഷൻ എന്നുള്ള രീതിയിൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ആരുടെ ഭാഗത്തുനിന്നില്ല. പിന്നെ യൂട്യൂബിൽ അറിയാലോ, റിവ്യൂ ഒക്കെ ഇടുന്ന സമയത്ത് സിനിമാ പ്രവർത്തകരോ അവർക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നുള്ളതല്ലാതെ വേറെ നമ്മുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നൊന്നും അങ്ങനെയില്ല. കാര്യം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി, എന്റെ സ്വഭാവം എന്താണെന്ന് അറിയാം. അങ്ങനെ. അപ്പൊ അവര് അനുകൂലം തന്നെയാണ് ഇപ്പോഴും. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോ ഈ വിഷയം ഉണ്ടായപ്പോ തന്നെയും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ എന്താ, അവൻ ഇങ്ങനെ തന്നെ കിട്ടണം, അവന് 2 തെറി വിളിക്കാൻ ഞാനും നോക്കിയിരിക്കായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ് കണ്ടു. അത്തരം കമന്റ്സിനെ പറ്റി എന്താ അഭിപ്രായം? ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഒരു സിനിമയുടെ റിവ്യൂ ഇഷ്ടപ്പെടാതെ ആദ്യമായിട്ട് വിളിക്കുന്ന ആളല്ല അനീഷ് അൻവർ. ഇതിന് മുമ്പും വിളിച്ചിട്ടുണ്ട്. നമുക്ക് അവരുടെ ആത്മരോഷം മനസ്സിലാവും. നിങ്ങൾ ചെയ്തത് ശരിയായില്ല. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്? നിങ്ങൾ ഈ സിനിമ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നൊക്കെ ചോദിക്കുകയും എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അപ്പൊ പോലും ഉപയോഗിച്ച വാക്കുകൾ വളരെ മാന്യമായിരുന്നു. എന്ന് വെച്ചാൽ ഭീഷണി പോലും അതൊരു ഒരു ഒരു ഡീസന്റ് ലാംഗ്വേജിലാവാമല്ലോ. മുൻപൊരു നടൻ എന്നെ വിളിച്ച് പറഞ്ഞത്, യു ആർ മെസ്സിങ് വിത്ത് ദ റോങ് പേഴ്സൺ, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പുള്ളി വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. പക്ഷേ തെറി വാക്കുകൾ ഉണ്ടാക്കുന്ന ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അത് ഉണ്ടാക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ ഈ തെറി വിളിക്കണം എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന ആളുകൾ, നിന്നെ കൈ കിട്ടിയാൽ ശരിയാക്കും എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന ആളുകൾ, ഈ കമന്റ് ഇടുന്ന പല ആളുകളെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അവരൊക്കെ വന്ന് ചിരിച്ചോണ്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഷേക്ക് ഹാൻഡ് തന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ അത്. അതിനപ്പുറത്തേക്ക് ഈ കമന്റ് ഇടുന്നവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കുറച്ച് ലൈക്ക് കിട്ടണം. അല്ലെങ്കിൽ അവന്റെ ആ നേരത്തുള്ള ഒരു രോഷം ഏതെങ്കിലും രീതിയിൽ പ്രകടിപ്പിക്കണം എന്നേ ഉള്ളൂ. ഈ നിന്നെ തെറി വിളിക്കണം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞവൻ അതിന്റെ താഴെ അതിന്റെ കൂടെ ചേർത്ത് തെറി ടൈപ്പ് ചെയ്തിട്ടില്ല. കാര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. ഇപ്പൊ എനിക്കും ദേഷ്യം വരുമ്പോ നമ്മൾ ഈ പണ്ട് തുടങ്ങി പഠിച്ചു വെച്ച ശീലം വെച്ചിട്ട് നമുക്കും ചിലപ്പോൾ തെറിയായിരിക്കും മനസ്സിൽ വരുന്നുണ്ടാവുക. അത് പുറത്തേക്ക് എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് മോശം രീതിയിൽ ശാരീരികമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവനവന്റെ തീരുമാനമല്ല. അവനവന്റെ ബോധത്തിൽ നിന്നാണല്ലോ ആ തീരുമാനം ഉണ്ടാവുന്നത്. അപ്പം കമന്റ് ഇടുന്നവർ അങ്ങനെയുള്ളൂ. പിന്നെ സിനിമയെ കുറിച്ചാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് കാണുന്ന ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആണ്. അപ്പം ഞാൻ ഒരു സിനിമയുടെ റിവ്യൂ ഇടുന്നു എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കാഴ്ചയാണ്. അതിനോട് യോജിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകൾ ഉള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും വന്ന് വീഡിയോസ് കാണുന്നത്. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ വന്ന് കാണുന്നവരുണ്ട്. അപ്പം അവർക്ക് നമ്മുടെ അഭിപ്രായത്തിനോട് യോജിക്കാൻ പറ്റുന്നുണ്ട്. യോജിക്കാൻ പറ്റാത്ത ആളുകൾ അവരുടെ ദേഷ്യം വന്ന് പ്രകടിപ്പിച്ചിട്ട് പോവുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അതും നമ്മൾ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മളത് അങ്ങനെ മുന്നോട്ട് പോകും. നിലവിൽ അങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിനു മുമ്പ് ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിച്ച ആളുകളുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മളത് സൈബർ സെല്ലിലേക്ക് ഫോർവേഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അതിന്റെ പുറകെ പരാതിയായിട്ട് പോയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള നമ്പറുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ. ഈ അല്ലാതെ തന്നെ ഇപ്പോ ഇത്തരം കമന്റ്സ് വരുമ്പോഴാണെങ്കിലും അതിപ്പോ ഒരുപാട് ഒരു പർട്ടിക്കുലർ ഫാൻസിന്റെ ഭാഗത്തു നിന്നാവാം, അല്ലെങ്കിൽ പർട്ടിക്കുലർ സിനിമ ഇഷ്ടപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നാവാം. അങ്ങനെയൊക്കെ പലതരത്തിൽ ഇങ്ങനെ കമന്റ്സ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ ജയിലറിനെ വിമർശിച്ച് സംസാരിച്ചപ്പോൾ, പിന്നെ ആനിമലിനെ വിമർശിച്ച് സംസാരിച്ചപ്പോഴൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് താങ്കൾക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ താങ്കൾ പുറത്തിറങ്ങി വളരെ ഫ്രീ ആയിട്ട് സിനിമ കാണാൻ പോകുന്നു, മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നു. ഇങ്ങനെയൊക്കെ പോകുമ്പോ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അങ്ങനെ പേടിച്ചിട്ടുണ്ടോ?
അറ്റാക്ക് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടുണ്ടോ? ഈ സിനിമാക്കാരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നുള്ള പേടിയല്ലാതെ, ഈ സിനിമ കാണുന്നവരിൽ നിന്നുള്ള അറ്റാക്ക് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ സിനിമാക്കാരോ അവരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ അധികം പബ്ലിക് ഫിഗർ അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ. അവരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പേടിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ എനിക്ക് പേടിയായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ സിനിമയുടെ അണിയറ പ്രവർത്തകരെയും അഭിനേതാക്കളെയും ഒക്കെ പിന്നീട് ഞാൻ നേരെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആ പറഞ്ഞത് ശരിയായില്ല കേട്ടോ എന്നുള്ളത് ഷെയ്ക്ക് ഹാൻഡ് തന്നതിന് ശേഷം സംസാരിച്ചിട്ടുണ്ട്. അതിന് ഈ പറയുന്ന മാന്യതയുടെ ഒരു എലമെന്റ് ഉണ്ട്. അത് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യും. ഫീൽ ചെയ്താൽ അത് എക്സ്പ്രസ് ചെയ്യില്ലേ. ഞാൻ എനിക്കൊരു സിനിമയെ കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായ പ്രകടനം ഇഷ്ടപ്പെടാത്ത ആൾക്ക് അത് മാന്യമായി പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അതവർ ചെയ്തോട്ടെ. അത് ഞാൻ അതെ. വെൽക്കം ചെയ്യുന്നു. തല്ലിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, നമ്മൾ അതിൻ്റെതായിട്ടുള്ള നടപടികൾ നിയമപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കും. പിന്നെ സ്പോട്ടിൽ ഒരു തല്ല് കിട്ടുമ്പോൾ എന്താ പറയാ, അല്ലെങ്കിൽ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തല്ല് മുഴുവൻ തീരട്ടെ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ വളരെ മോശമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സിനിമകളുടെ സംവിധായകർ പിന്നീട് അവരുടെ അടുത്ത പടത്തിന്റെ പൂജയ്ക്ക് വിളിക്കുകയും നിങ്ങൾ വന്നിത് കാണണം, നിങ്ങൾ അന്ന് പറഞ്ഞത് ശരിയായിരുന്നു. എന്താ പറയാ, അതിലൊരു സംവിധായകൻ പറഞ്ഞത് അതെന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നില്ല. ഞാൻ ആ സിനിമ ചെയ്യാനല്ല സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. പക്ഷെ അത് പ്രൊഡ്യൂസറിന്റെ ഒക്കെ നിർബന്ധത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ചെയ്യേണ്ടി വന്നതാണ്. അന്ന് എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ സിനിമ കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന്. അപ്പം അതിനുശേഷം അദ്ദേഹത്തിന്റെ അടുത്ത പടത്തിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെനിക്ക് അപ്പപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് അത് ഓരോ ആളുകളുടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ആയിരിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു വീഡിയോ അത് ഇന്ന് കാണുമ്പോൾ എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ലെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് തോന്നുമായിരിക്കും. ഒരു തേർഡ് പേഴ്സൺ ചിലപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഉണ്ണി ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ട് എന്നുള്ളത്. എനിക്കത് ഇന്ന് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ചൈൽഡാണ് എന്ന് പറയുന്ന പോലെയാണ് ഒരു സിനിമ ചെയ്യുമ്പോഴും. അവർ ആ സിനിമയുടെ ഒരു ടോട്ടൽ ഒരു 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 സ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ അവർക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ കുറവ് എന്താണെന്ന്. അപ്പൊ അതിന് മുമ്പ് ചിലപ്പോൾ അവരങ്ങനെ പ്രതികരിച്ചു എന്നിരിക്കും. പക്ഷെ അത് കയ്യാങ്കളിയിലേക്ക് പോകാതിരിക്കുക, തെറിവിളിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അതിൽ കാര്യം. ഓക്കെ. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുകയാണ്. ഞാൻ ആദ്യം നെഗറ്റീവായിട്ട് വിചാരിച്ച പല ചിത്രങ്ങളും അതിപ്പോ സിനിമകളാണെങ്കിലും സീരീസ് ആണെങ്കിലും എന്താണെങ്കിലും ആദ്യം എനിക്ക് അത്ര ഇഷ്ടപ്പെടാതിരുന്ന പല സിനിമകളും എനിക്ക് പിന്നീട് അത് ഒന്നുകൂടെ കണ്ടു നോക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അതിനെപ്പറ്റി ഇഷ്ടം തോന്നാറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേൾക്കുമ്പോൾ ഇതിനെ ഈ ഒരു രീതിയിലും ചിന്തിക്കാമായിരുന്നില്ലേ, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഉണ്ണി നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ ഏതെങ്കിലും ചിത്രങ്ങൾ പിന്നീട് പോസിറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ മനസ്സിൽ? ഇല്ല, എനിക്ക് അങ്ങനെ ഇതുവരെ ഇല്ല. പക്ഷെ പറഞ്ഞതിൽ കുറച്ചും കൂടി എന്താ പറയാ, സിനിമ കണ്ട സമയത്തുള്ള എൻ്റെ ഒരു ഇത് എന്തായിരുന്നു പറയാ, ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് റിവ്യൂല് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് മറ്റേ ഈ പടമാണ്, ബോക്സിങ്ങിന്റെ പാരഞ്ജിത്ത് ചെയ്തൊരു പടം, സാറപ്പാട്ട് പരമ്പര. സരപ്പട്ട പരമ്പര. അതില് എനിക്ക് എന്താ പറയാ, കുറച്ചും കൂടി സിനിമ കാണുന്ന സമയത്ത് ഈ എക്സൈറ്റ്മെന്റ് ഉണ്ട്. സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് അർദ്ധരാത്രി കണ്ടിട്ട് പിന്നെ രാവിലെ റിവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടി വെക്കുകയും പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് എന്തോ ഒരു ബ്രേക്ക് വന്നു. അതാണ് ഈ OTT പടങ്ങളിൽ ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ OTT ഒരു സിനിമ കാണുന്ന സമയത്ത് അത് മാക്സിമം ഓഫ്ലൈൻ ഇട്ടിട്ട്, ഐ മീൻ മറ്റേ ഫ്ലൈറ്റ് മോഡ് ഇട്ടതിന് ശേഷം സിനിമ കാണുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. കാര്യം അല്ലെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ബ്രേക്ക് വരുന്നില്ല, ഇതിൽ ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്നെ എഫക്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, സരപ്പട്ട പരമ്പരയിൽ മാത്രം. ബാക്കിയുള്ളതിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പറഞ്ഞത് കുറഞ്ഞു പോയി എന്ന് ഫീൽ ചെയ്തിട്ടുള്ള കുറെ സിനിമകളുണ്ട്. ഈ എന്താ പറയാ, എന്ന് വെച്ചാൽ കുറച്ചും കൂടി നെഗറ്റീവ്സ് അതിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാക്കിയ സിനിമ രാസ്ത, അതിന്റെ റിവ്യൂവിൽ ഞാൻ പറയാതെ വിട്ട കുറെ കാര്യങ്ങളുണ്ട്. റിവ്യൂ ഷൂട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത സാധനങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ ഷൂട്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കിയ ഘടകങ്ങളുണ്ട്. അങ്ങനെ പല സിനിമകളുടെയും നമ്മൾ ഇപ്പം ഇത് ഇത്രയും നെഗറ്റീവായി, ഇതിൽ കൂടുതൽ നെഗറ്റീവ് ആ സിനിമ താങ്ങില്ല, അല്ലെങ്കിൽ ആ സിനിമാ പ്രവർത്തകർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അത് കുറയ്ക്കും. ചില കാര്യങ്ങൾ 1-2 പോയിന്റ്സ് അത് കുറയ്ക്കണ്ടായിരുന്നു, അതും കൂടി വെക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അല്ലാതെ പക്ഷെ ഉണ്ണി ഒരു സിനിമയുടെ ഒരു കുറച്ചൊരു നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് പിന്നീട് രണ്ടാമത് അത് കണ്ടിട്ടൊന്ന് മയപ്പെടുത്തി പറഞ്ഞൊരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അവതാർ ദ വേ ഓഫ് വാട്ടറിൻ്റെത്. അപ്പോ അതുപോലെ വേറെ ഏതെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവതാർ അവതാർ പറഞ്ഞതുപോലെ അത് ആദ്യം കുറച്ച് നെഗറ്റീവ് പറഞ്ഞ് പിന്നീട് ഒന്ന് മയപ്പെടുത്തിയതാണ്. അല്ല, അതില് അതുപോലെ ഞാൻ തിയേറ്ററിനെയാണ്, തിയേറ്റർ ആയിരുന്നു അതിലെ പ്രശ്നം. അത്
സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കൃപ തിയേറ്ററിൽ പോയി പടം കാണുന്നു. എനിക്കത് അതിന്റെ ഗ്രാഫിക്സ് സാധനങ്ങളൊന്നും വർക്ക് ആവുന്നുണ്ടായില്ല. ഒന്നും ഒരു ഇമ്മേഴ്സീവ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. അത് അങ്ങനെ നമ്മൾ കാണുന്ന ഒരു പടമായിരുന്നല്ലോ. അത് അങ്ങനെ കണ്ടു. അങ്ങനെ തന്നെ റിവ്യൂ ഇട്ടു. ഈ പറയുന്ന ഇമോഷണൽ കണക്ട് ഒന്നും ഫീൽ ചെയ്യാതെയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ആക്സിഡന്റലി ഇതിന് 2 ടിക്കറ്റ് ഉണ്ട്. വരുന്നോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ്. പിന്നെ പുള്ളിക്ക് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇപ്പം അർപ്പിത് എന്ന് പറയുന്നത് വേറൊരു യൂട്യൂബറാണ്. അപ്പൊ അവൻ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ അവന് 2 ടിക്കറ്റ് കിട്ടി. പക്ഷേ ഇതിന് കമ്പനിക്ക് ആളില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എന്നാ പിന്നെ ശരി എന്ന് പറഞ്ഞു പോയി കണ്ടു. അപ്പൊ അത് ആം, ഏരീസ് പ്ലക്സിന്റെ ഓഡി 1 ക്ലോസ് ടു ദ സ്ക്രീൻ ഇരുന്നാണ് കാണുന്നത്. അത് അത്രയും ക്ലോസ് ആയിട്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയത് ഇത് ഇത്രയും എഫക്റ്റിലാണ് നമ്മൾ ഈ സാധനം കാണുന്നത്. അതുണ്ടാക്കിയ എഫക്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് തിയേറ്റർ എന്താ പറയാ തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ഒരു ഡിഫറൻസ് ആണ്. സിനിമ നന്നായി പോയി. ഞാൻ ആ കണ്ട അങ്ങനെയല്ല അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അന്ന് ഞാൻ നോട്ട് ചെയ്യാത്തൊരു കാര്യം നോട്ട് ചെയ്തെന്നുള്ളതല്ല. തിയേറ്റർ നമുക്ക് തന്ന എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുള്ള ഡിഫറൻസാണ്. ഇപ്പം നമ്മളൊരു മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് ഇപ്പം ഞാൻ വനിതാ വിനിതയിൽ കണ്ടു. ലുലുവിൽ കണ്ടപ്പോൾ അത് കൂടുതൽ അടിപൊളിയായിട്ട് തോന്നി. അങ്ങനത്തെ ചാൻസസ് കുറവാണ്. ഈ അവതാർ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കലിയാണ് അതൊരു ഒരു മാർവൽ സാധനമായിട്ട് മാറുന്നത്. അപ്പൊ അത് ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. താങ്കളുടെ പല റിവ്യൂസും ഇപ്പോ ഈ അനിമലിൻ്റെതാവട്ടെ പിന്നെ ജയിലറിൻ്റെതാവട്ടെ ഈ പോപ്പുലർ ഒപ്പീനിയനോട് അങ്ങനെ യോജിക്കുന്നതല്ല. അതിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ഒപ്പീനിയനാണ് താങ്കൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോ നമ്മൾ മലയാളത്തിലെ തന്നെ മറ്റൊരു പ്രമുഖ യൂട്യൂബർ ആയിട്ടുള്ള കോക്കിന്റെ റിവ്യൂ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ റിവ്യൂ ഇപ്പോ കാതൽ പോലെയുള്ള ചില എക്സെപ്ഷൻസ് മാറ്റി നിർത്തിയ പലതും പോപ്പുലർ ഒപ്പീനിയനോട് ചേർന്ന് നിൽക്കുന്ന റിവ്യൂസ് ആണ്. താങ്കളുടെ റിവ്യൂസ് എന്താണ് ഇപ്പൊ കൂടുതൽ അങ്ങനെ വരാനായിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളത്? അത് സത്യം താങ്കൾ പറഞ്ഞാൽ സിനിമയെ എനിക്കറിയില്ല. നോക്കിക്കാണുന്ന രീതിയാണോ? എന്താണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്? അങ്ങനെ ആയിരിക്കാം. വരാൻ കാരണം? ആയിരിക്കാം. ഇപ്പൊ ഓരോ റിവ്യൂവേഴ്സിനും ഓരോ സ്റ്റൈലുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് ആനിമലും പിന്നെ ഏതായിരുന്നു ജയിലറുമാണ് പറഞ്ഞത്. ജയിലർ. അത് എനിക്ക് നമ്മൾ പെട്ടെന്ന് കോക്കിന്റെ ഓർമ്മ കാര്യം വന്നപ്പോ പറഞ്ഞു. അതെ. അതേ അതെ. സമയം നമ്മൾ കോക്കിന്റെ കാര്യം നോക്കിയാൽ അവിടെ ഭീഷ്മപർവ്വം വരുന്നുണ്ട്. കാതൽ വരുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ ഈ ഇയർ എൻഡ് റൗണ്ട് അപ്പ് വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം കാതലിനെ കുറിച്ച് നല്ല രീതിയിലാണ് സംസാരിച്ചത്. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകളും സിനിമ കാണുന്നത് മാറുന്നത് കൊണ്ടാണ്. ഇപ്പം കോക്കിന്റെ പെർസ്പെക്റ്റീവ് നല്ലതാണ്. എന്റെ പെർസ്പെക്റ്റീവ് മോശമാണ്. അല്ലെങ്കിൽ എന്റെ പെർസ്പെക്റ്റീവ് ആണ് നല്ലത് എന്നൊന്നും നമുക്കിതിൽ പറയാൻ പറ്റില്ല. നമ്മളൊരു സിനിമ കണ്ടു. ആ സിനിമ നമ്മളെ എഫക്ട് ചെയ്തത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ജനിച്ചു വളർന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഉണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. നിങ്ങളിപ്പം എന്താ പറയാ ഒരു എന്താ വിദേശ രാജ്യത്തുള്ള ഒരു സിനിമ കൊണ്ടുവരുന്നു. ആ സിനിമ നിങ്ങൾ എവിടെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും അതെങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളത്. നമുക്കിപ്പോ ഒരു സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതേ സിനിമ അത്തരം ഒരു ബിൽഡിംഗ് ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു കുഗ്രാമത്തിൽ എവിടെയെങ്കിലും കൊണ്ട് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിലൊക്കെ അനുസരിച്ചും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സൗഹൃദങ്ങളുടെ പിന്നെ ആ സിനിമ കാണുന്ന സമയത്തുള്ള ആംബിയൻസ് ഞാൻ ഈ പറഞ്ഞ തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഇതൊക്കെ നമ്മുടെ റിവ്യൂവിനെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. ഈ പറയുന്ന ഞങ്ങളിപ്പം ഞാനും ഗോക്കും സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ യോജിക്കാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അതുപോലെ ഷസാമിന്റെ അടുത്ത് സംസാരിക്കും. അപ്പം അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിനോട് എത്ര പേർ യോജിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ജയിലറിന്റെ റിവ്യൂ വന്നതിന് ശേഷം ഒരുപാട് ഈ പറഞ്ഞ പോലെ പൊങ്കാല, ഏറിപ്പോക്ക് പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴും എന്നെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. അതായത് എന്നെ സ്ഥിരമായി അങ്ങനെ വിളിക്കാത്ത കുറെ ആളുകൾ. എനിക്കും തോന്നിയടാ അത് അങ്ങനെയാണെന്നുള്ളത്. ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല ഈ ആൾക്കാരുടെ സംഭവം എന്താന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അവരുടെ പ്രശ്നം എന്താണ്? ഞാൻ മാത്രമല്ല അഭിപ്രായത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ജയിലറിന്റെയൊക്കെ റിവ്യൂ ആണെങ്കിലും ഞാൻ ഇപ്പൊ അതിലെ നോക്കിക്കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിവ്യൂ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് അതിൽ ലൈക്ക് ചെയ്യുന്നത്. ഡിസ്ലൈക്ക് കൗണ്ട് യൂട്യൂബ് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്രോമിൽ നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എനേബിൾ ചെയ്ത് വെച്ചിട്ട് നോക്കുകയും നിങ്ങളുടെ അഭിപ്രായം പ്ലസ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നവരുടെ എണ്ണം എടുത്തിട്ട് ലൈക്ക് ഡിസ്ലൈക്ക് റേഷ്യോ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന്. ജയിലറിന്റെ റിവ്യൂവിൽ ഒരുപക്ഷെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാരിൽ ഒരു വലിയ വിഭാഗത്തിന് എൻ്റെ പെർസ്പെക്റ്റീവിനോട് യോജിക്കാൻ പറ്റിയിട്ടുണ്ടാവാം. ആനിമലിന്റെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കാം. കാര്യം ഞാനൊരു ലൈക്ക് ടു ഡിസ്ലൈക്ക് റേഷ്യോ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കുറച്ച് പ്രൊപ്പഗാൻഡ മൂവികളെയൊക്കെ വിമർശിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ലൈക്ക് ഡിസ്ലൈക്ക് റേഷ്യോയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വേരിയേഷൻ ഉണ്ട്. ഒരു 60% ലൈക്ക് ചെയ്യും ബാക്കി ഡിസ്ലൈക്ക് വരുന്നത്. മറ്റേതൊക്കെ ഒരു 10% താഴെ മാത്രമാണ് ഡിസ്ലൈക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അഭിപ്രായത്തിനോട് യോജിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർ ഡിസ്ലൈക്ക് ചെയ്യുകയും അൺസബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്. അങ്ങനൊരു വലിയ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ക്രൗഡാണ് നമ്മുടെയൊക്കെ റിവ്യൂസ് കാണുന്നത്. ഈ കമന്റ് ചെയ്യുന്ന കുറച്ച്
ആൾക്കാർ, അതായത് വളരെ മോശം ഭാഷ ഉപയോഗിച്ച് കമന്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾ, അവരെ മാറ്റി നിർത്തിയാൽ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ക്രൗഡാണ്. അവർ എൻ്റെ മാത്രം റിവ്യൂ കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കുകയൊന്നുമില്ല. അതേപോലെ മറ്റുള്ളവരുടെയും റിവ്യൂസ് കാണും. സുധീഷ് പയ്യന്നൂരിന്റെ റിവ്യൂ കാണും, അശ്വിൻ കോക്കിന്റെ റിവ്യൂ കാണും, ഷസാമിന്റെ റിവ്യൂ കാണും, പിന്നെ റീലോഡ് മീഡിയയുടെ റിവ്യൂ കാണും. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഇതെല്ലാം കണ്ടിട്ട് അവരതിൽ നിന്ന് മനസ്സിലാക്കും ഇത് ഏതാണെന്നുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഒഴിവാക്കാത്തതെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഇന്ന ഘടകം പോസിറ്റീവായിട്ട് തോന്നി. ചിലപ്പോൾ ആ ഘടകം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കില്ല. എനിക്ക് ഇന്ന ഘടകം നെഗറ്റീവായി തോന്നി. ആ ഘടകം നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കില്ല, പോസിറ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങളതെടുത്ത് പുറത്തിട്ടാൽ മതി. അപ്പൊ അങ്ങനെ തീരുമാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സെൻസിബിൾ ക്രൗഡാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഉണ്ണിയുടെ അഭിപ്രായം എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ണിക്കിതാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ ആലോചിക്കൂ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാന്നുള്ളത്. ആ ഒരു രീതിയിലാണ്. ഓക്കെ. ഈ മലയാള സിനിമകളുടെ കാര്യം തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കിയാൽ, ഇപ്പോൾ തമിഴിലാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം എടുത്തു പറയാൻ പറ്റുന്ന നല്ലൊരു ചിത്രമായിരുന്നു ചിറ്റ എന്ന് പറഞ്ഞൊരു മൂവി. ഇപ്പോൾ ഹിന്ദിയിലേക്ക് നോക്കുകയാണെങ്കിൽ 12th ഫെയിൽ ഉണ്ട്, പിന്നെ മിസസ് ചാറ്റർജി ഉണ്ട്. അതുപോലെയുള്ള ഇപ്പോൾ എന്താ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു അങ്ങനെയുള്ള ഫിലിംസ് ഒരുപാട് വരാറുണ്ട്. മലയാളത്തിൽ എന്താ വല്ലപ്പോഴും ഒരു കാതൽ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അല്ലെങ്കിൽ ഒരു മഹേഷിന്റെ പ്രതികാരം, അതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെയാണ് സംഭവിക്കുന്നത്. മലയാള സിനിമ ഉം. കുറച്ച് പിന്നിലേക്ക് പോവുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ നിലവിൽ? ആ, പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതല്ല, ആ, അവരൊരുപാട് മുന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. കാര്യം കഴിഞ്ഞ വർഷം ഈ പടങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ B32 മുതൽ 44 വരെ ഇറങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. പക്ഷെ അത് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പം ഫിലിം മേക്കേഴ്സ്, നമ്മുടെ ഇവിടെ നല്ല ഫിലിം മേക്കേഴ്സ് തന്നെയാണ്. നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ. ടെക്നിക്കലി മികച്ചു നിൽക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. സംഭവിക്കുന്നത് മറ്റുള്ളവരും നല്ല സിനിമകൾ ഉണ്ടാക്കുന്നു. അത് ഈ പറയുന്ന പോലെ ഒരു ഒരു പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഭാഷകളിൽ ഇറങ്ങുന്ന സിനിമകൾ കാണാൻ തുടങ്ങുന്നു. അങ്ങനെയൊക്കെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബംഗാളി സിനിമകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് നമുക്ക് അധികം ഒന്നും കേട്ടുകേൾവിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി. മറ്റേ ആ സിനിമയുടെ പേര് ആമിസ് എന്ന് പറയുന്ന പടം ലോക്ക്ഡൗണിന്റെ സമയത്ത് ഒരുപാട് പേര് എടുത്ത് കണ്ടതാണ്. അതൊരു എന്താ പറയാ, ഒരു പോപ്പുലർ ഇതിൽ വന്നിട്ടുള്ള സിനിമയല്ല. പക്ഷെ നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാർ ആ പടം കണ്ടു. അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു എഫക്റ്റിലൂടെ സംഭവിക്കുന്നതാണ്. അപ്പം എല്ലായിടത്തും സിനിമകൾ ഉണ്ടാവുന്നു. നല്ല സിനിമകൾ കൂടുതലായി ഉണ്ടാവാൻ തുടങ്ങുന്നു. അത് നമ്മൾ കൂടുതൽ കാണാൻ തുടങ്ങുന്നു എന്നുള്ളൊരു സംഭവമാണ് അതിലുള്ളത്. നമ്മൾ മലയാളത്തിൽ ഇറങ്ങുന്ന നല്ല സിനിമകളെയും തിയേറ്ററിൽ പ്രോത്സാഹിപ്പിച്ച് അവരിനിയും നല്ല സിനിമ ചെയ്യും. ആ സിനിമകൾ തിയേറ്ററിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ കണ്ടൊരു സിനിമ 8.15 സെന്റോ അങ്ങനെ ഒരു സിനിമയുണ്ട്. പേര് ഞാൻ ഓർക്കുന്നില്ല. എനിക്കതൊരു ഗംഭീര അനുഭവമായിരുന്നു. ഞാനത് എല്ലാവരും കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തത്. പക്ഷെ ആ റിവ്യൂ പോലും കണ്ടത് 4000 പേരോ 6000 പേരോ എന്തോ ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒരു ഹൈപ്പുള്ള ഒരു നടനോ സംവിധായകനോ അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ നമ്മൾ ഈ സിനിമ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കിവിടെ നല്ല സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഇപ്പം ഞാനാണെങ്കിലും കോക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് റിവ്യൂവേഴ്സ് ആണെങ്കിലും അവര് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. കാര്യം നമ്മൾ സിനിമ റിവ്യൂ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബഹുഭൂരിപക്ഷം സിനിമകൾ കാണും. അപ്പൊ ആ കാണുന്ന സിനിമകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. വല്ലപ്പോഴും കയറി നോക്കുക. ഇങ്ങനൊരു സിനിമ, ഇയാളൊരു നല്ല സിനിമ പറഞ്ഞിട്ടുണ്ടോ? എന്നാ പിന്നെ ഒന്ന് നോക്കാം. അങ്ങനെ കാണുക. അതുപോലെ തിയേറ്ററിൽ വരുന്ന പടങ്ങളെ കുറിച്ചൊക്കെ ഇടയ്ക്ക് ബുക്ക് മൈ ഷോ ഒക്കെ എടുത്ത് സ്ക്രോൾ ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കി നമ്മൾ കണ്ട് പ്രോത്സാഹിപ്പിച്ചാൽ മലയാളത്തിൽ ഇനിയും നല്ല സിനിമകളുണ്ടാവും. ഇപ്പൊ കാതൽ അവർ ഇറക്കി, അത് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സിനിമ എങ്ങനെയായിരിക്കും റിസീവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക? മമ്മൂക്ക ആയിട്ട് പോലും അതിനെതിരെ ഉണ്ടായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയാ, കുറച്ചും കൂടി ധൈര്യം കിട്ടട്ടെ ഫിലിം മേക്കേഴ്സിന്. അങ്ങനെ പറയാനുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് പല നല്ല ചിത്രങ്ങൾ മലയാളത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം വിജയമായില്ല എന്ന് നമ്മൾ പറയുന്ന സിനിമകളിൽ തന്നെ കുറേയൊക്കെ സിനിമകൾ നല്ല സിനിമകളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇത് കുറച്ചും കൂടി വിജയം അർഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊരു കുറച്ചും കൂടി പ്രോത്സാഹനം അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത സിനിമകളുണ്ട്. ഈ ഇപ്പൊ തന്നെ നമ്മുടെ പുതുതായിട്ട് വന്ന ഒരു സിനാരിയോ ആണ്. ഇപ്പോ പല OTT പ്ലാറ്റ്ഫോമുകളും ഇപ്പോൾ തിയേറ്ററുകൾ അവർക്ക് ഡയറക്റ്റ് OTT സമ്മതിക്കാതെ നിങ്ങൾ ആദ്യം തിയേറ്ററിൽ ഇത്ര ദിവസം റൺ ചെയ്ത് കാണിച്ചിട്ട് പിന്നീട് OTT വാങ്ങാമെന്ന് പറയുന്നത്. താങ്കൾ തന്നെ പലപ്പോഴും അത് അഡ്രസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് പല ഇന്റർവ്യൂവിൽ ഉൾപ്പെടെ. അപ്പോ പലപ്പോഴും ഇങ്ങനെ ഈ യൂട്യൂബേഴ്സിന്റെ റിവ്യൂ ഉൾപ്പെടെയുള്ള പല ഘടകങ്ങൾ നെഗറ്റീവ് വരുമ്പോൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ അതിന്റെ ഒരു അന്ത്യം കാണുന്ന അവസ്ഥ, അത് പിന്നീട് ആരും കാണാതെ പോകുന്ന അവസ്ഥ ശരിക്കും ഉണ്ടാവുകയല്ലേ? ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായിട്ടും അടഞ്ഞു പോവുകയല്ലേ? ആ സിനിമ മാക്സിമം ആളുകളിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഇപ്പോൾ പല മുൻപത്തെ ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ ദേവദൂതൻ പോലെ ഒരു സിനിമ, അത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് വന്നിട്ട് പിന്നീട് ഡിജിറ്റൽ റിലീസിന് ശേഷമാണ് ഒരുപാട് അത് പല ആളുകളും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുപോലെ ആട് എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. അപ്പോൾ ഇന്നൊരു സിനിമ ഇറങ്ങി തിയേറ്ററിൽ നെഗറ്റീവ് റിവ്യൂ കണ്ട് അത് പെട്ടെന്ന് വാഷ് ഔട്ടായി പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാവി തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ അത് നിലവിലില്ലേ?
അതായത് ഈ സിനിമ റിവ്യൂ സിനിമയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്ന ഡിസ്കഷൻ വന്ന സമയത്ത് ഒരു പ്രൊഡ്യൂസർ ഓടി നടന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്. ആകാശദൂത് ഇന്നായിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ നെഗറ്റീവ് പറഞ്ഞ് കൊല്ലില്ലായിരുന്നോ? അല്ലെ കരച്ചിൽ സിനിമ എന്ന് പറഞ്ഞ് നെഗറ്റീവ് ആക്കില്ലായിരുന്നോ എന്ന്. അതിന് ഞാൻ കാതൽ മാത്രം ഉദാഹരണം വെച്ച് പറയാം. അല്ലെങ്കിൽ പോട്ടെ ചാവേർ ഉദാഹരണം വെച്ച് പറയാം. ചാവേർ അശ്വന്ത് ഗോക്ക് പറഞ്ഞു. അതൊരു ആവറേജോ ബിലോ ആവറേജോ എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഒരു നെഗറ്റീവ് റിവ്യൂ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ വേറെയും പല റിവ്യൂവേഴ്സും പറഞ്ഞു. ഞാനും എനിക്കൊന്ന് ഷസാമും പിന്നെ ഓൺലൈൻ റിവ്യൂ പറയുന്ന കുറച്ച് ആളുകളും അവരൊക്കെ പറഞ്ഞു ഇതൊരു ഗംഭീര സിനിമയാണെന്ന്. അപ്പൊ ആ സിനിമയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതിന് OTT കിട്ടിയിട്ടുണ്ട്. OTT റൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അവിടെ കുഞ്ചാക്കോ ബോബൻ പോലെയുള്ള ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്. എങ്കിൽ പോലും ഈ റിവ്യൂ വരുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടാണ്. ഇപ്പൊ കാതൽ എന്ന് പറയുന്ന സിനിമ വന്ന സമയത്ത് കാതലിന് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞ റിവ്യൂവേഴ്സും ഉണ്ട്, നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ റിവ്യൂവേഴ്സും ഉണ്ട്. ഒരു പക്ഷേ ദേവദൂതൻ ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ സപ്പോസ് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഇത് ഞാൻ ഈ പറയുന്ന പേരുകാരുടെ ഒന്നും അഭിപ്രായം ഇതാണെന്നല്ല ഞാൻ പറയുന്നത്. ദേവദൂതൻ റിലീസ് ആവുന്നു. ഞാൻ പറയുന്നു എനിക്കതൊരു ഉറക്കഗുളിക പോലെയാണ് തോന്നിയത്. വളരെ അവാർഡായിരുന്നു. വളരെ ടിപ്പിക്കൽ ക്ലീഷേ മൊമെന്റ്സ് ആയിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്. മ്യൂസിക് മാത്രമാണ് ആ സിനിമയിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കൂ. ഇതാണ് എൻ്റെ അഭിപ്രായം എന്നല്ല. പറഞ്ഞു എന്ന് വിചാരിക്കൂ. ചിലപ്പോൾ ആ സിനിമ കണ്ടിട്ട് അശ്വൻ ഗോക്ക് പറയുന്നത് അതൊരു ബ്രില്യന്റ് എക്സിക്യൂഷൻ ആണെന്നുള്ളതാണ്. ഷസാം പറയുന്നുണ്ടാവുക ഇത്രയും മികച്ചൊരു സിനിമ കഴിഞ്ഞൊരു 10 വർഷത്തിനിടെ മലയാളത്തിൽ ഉണ്ടായില്ല. നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ പോയി ഡോൾബി അറ്റ്മോസിൽ ഈ സിനിമ കാണാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. റീലോഡ് മീഡിയ പറയാണ് ഒരു ആവറേജ് അനുഭവമാണ്. പക്ഷെ മ്യൂസിക്കാണ് അതിന്റെ സാധനം. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സിനിമ OTTക്ക് പോകുമോ? ആ സിനിമ അന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വിജയം ഇന്ന് കിട്ടുമോ? ഇന്ന് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള അഭിപ്രായങ്ങളെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം റിവ്യൂവേഴ്സ് എല്ലാവരും ഒരേ അഭിപ്രായം അല്ലല്ലോ പറയുന്നത്. ഇവർ റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുകയാണ്. റിവ്യൂവേഴ്സ് എല്ലാം ഒരേ അഭിപ്രായം പറയുന്നത് അങ്ങനെയുള്ള സിനിമകൾക്കാ. എല്ലാവരും ഗംഭീരം എന്ന് പറയുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും ഗംഭീരം ആയതുകൊണ്ടായിരിക്കും. എല്ലാവരും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മോശം പറയാനുള്ള സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ അതേസമയം ഒരു ഒരു പരീക്ഷണ സിനിമയൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വരുമ്പോൾ അതിന് മിക്സഡ് റിവ്യൂസ് ആണ് വരുന്നത്. ആ റിവ്യൂസ് കാണുന്ന ആളുകൾക്കറിയാം. ഇപ്പൊ എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് എന്റെ റിവ്യൂ കാണുന്ന ആളുകൾക്കറിയാം. അശ്വിൻ ഗോക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആസ്വാദന തലം ഏത് രീതിയിലാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. ഷസാമിന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. റീലോഡ് മീഡിയക്ക് അറിയാം. സുധീഷ് പയ്യന്നൂരിനെ അറിയാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് ആ സിനിമ തീരെയല്ല ചെയ്യുന്നത്. ആ സിനിമയ്ക്ക് കൂടുതൽ റീച്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി എന്നുള്ളത് എല്ലാവരിലേക്കും എത്തും. ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാവരും റിവ്യൂ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. ഞാൻ മാത്രം റിവ്യൂ ചെയ്ത ഒരു സിനിമ അതെന്റെ മാത്രം അഭിപ്രായമാണ് വരുന്നത്. ഞാൻ മാത്രമേ ഇവിടെ റിവ്യൂ ചെയ്യുന്നുള്ളതാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. OTT സാധ്യതകൾ നമ്മൾ അടക്കുകയാണ്, സിനിമ ഇല്ലാണ്ടാക്കുകയാണ്. പക്ഷെ ഇത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഇതല്ലേ വരുന്നത്. അതുപോലെ തന്നെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അത് പല പ്രൊഡ്യൂസേഴ്സ് തന്നെ അവരുടെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് പ്രൊഡ്യൂസേഴ്സിനെ പറ്റിച്ച് സിനിമ എടുത്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ നമുക്കറിയാം. അതായത് ഇങ്ങനൊരു സിനിമ എങ്ങനെയാണ് ഒരാൾക്ക് ചെയ്യാൻ തോന്നിയെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ സിനിമകൾ കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമകളുണ്ട്. ട്രെയിലർ കണ്ടിട്ട് ആ പരിസരത്തേക്ക് പോലും അടുക്കാൻ തോന്നിയിട്ടില്ലാത്ത സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം നമുക്കൊരു സിനിമ ചെയ്യാന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ചെല്ലുന്നു. ഇത് നമ്മൾ എങ്ങനെ കച്ചവടമാകും? തിയേറ്ററിൽ സർ നമുക്ക് ഇത്ര കോടി കിട്ടും. ഓക്കെ. അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ കിട്ടും. OTTക്ക് നമുക്ക് ഇത്ര കിട്ടും. പിന്നെ മ്യൂസിക് ഇന്ന ആളുകൾക്ക് കൊടുക്കാം. പിന്നെ അതിന്റെ ഡിജിറ്റൽ റൈറ്റ് ഇവിടെ പോകും. പിന്നെ അതിന്റെ വേറെ കുറച്ച് റൈറ്റ്സ് അവിടെ കൊടുക്കാം. പിന്നെ ഓവർസീസ് ഇത്ര കിട്ടും എന്ന് പറഞ്ഞ് ഇവരൊരു കാൽക്കുലേഷനിൽ പ്രൊജക്ട് കാണിക്കുമ്പോൾ കൈ കാശിരിക്കുന്ന ഒരു പ്രൊഡ്യൂസറും ഇത് കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ, നഷ്ടം വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ പൈസ കൊടുക്കും. അങ്ങനെ പൈസ കൊടുത്ത് OTT പടങ്ങളിൽ നിന്ന് നമ്മൾ പോലും പേരെടുത്ത് വിളിക്കുന്ന രീതിയിൽ കുറേ പടങ്ങൾ വന്നു. അതിൽ കുറേ പടങ്ങൾ OTTക്കാർ എടുത്തു. അതെടുത്ത് അവർക്ക് നഷ്ടം വരാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഒരു ഇത്ര സബ്സ്ക്രിപ്ഷൻ ഒക്കെ കിട്ടി. മലയാളികൾക്ക് മുഴുവൻ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമുകളുടെ പേരറിയാം. അവരിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനോ അവരുടെ വാച്ച് ടൈം കൂട്ടിക്കൊടുക്കാനോ പറ്റാത്ത ആവറേജിൽ താഴെ നിൽക്കുന്ന സിനിമകൾ അവരെടുക്കില്ല. ഇപ്പം നമ്മൾ റിവ്യൂ ഇടുന്നതുകൊണ്ട് മാത്രമല്ല, ആ OTT പ്ലാറ്റ്ഫോംകാർ റിജക്ട് ചെയ്യുന്ന സിനിമകളുണ്ട്. ഇപ്പം മലയാളത്തിൽ തന്നെ എത്രയോ സിനിമകൾ OTTക്കാർ റിജക്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവർ പറയുന്നില്ലല്ലോ. ഇപ്പം അവര് OTT പ്ലാറ്റ്ഫോംസ് ഇപ്പൊ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അടുത്ത് സംസാരിച്ചൊക്കെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവര് തിയേറ്ററിൽ റിലീസ് ആയതിനു ശേഷം റിവ്യൂസും ജനങ്ങളുടെ ഒപ്പീനിയനും നോക്കും. അതുകൊണ്ടാണ് ഇവർ ഈ റിവ്യൂവേഴ്സിന്റെ നെഞ്ചത്തേക്ക് ഇപ്പൊ കയറുന്നത്. കാരണം ഈസി ആയിട്ട് കിട്ടുമായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന, ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈസി ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഒരു സെഗ്മെന്റ് അടഞ്ഞു പോകുന്നതിന്റെ വിഷമമാണ്. സിനിമ ഇത്രയും പൈസ ഉണ്ടാക്കുന്ന, ഇത്രയും പോപ്പുലാരിറ്റി തരുന്ന ഇത്രയും വലിയൊരു മീഡിയമാണ്. ഇത്രയും ആളുകളിലേക്ക് എത്തുന്ന ഒരു മീഡിയമാണ്. അവിടെ നിങ്ങൾ എന്ത് കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴും അത് വിറ്റഴിക്കുമ്പോഴും നിങ്ങൾക്ക് ഉത്തരവാദിത്വം വേണം. ആ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ, അതിലത് കാണിച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ ആയിപ്പോവും. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. റിവ്യൂ കാരണമാണ് സിനിമ നശിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ റിവ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് സിനിമ ഉണ്ടാക്കുന്നുണ്ടാണ്.
നാട്ടുകാരെയും അതേപോലെ നിങ്ങളുടെ ടാലന്റിനെയും ഡിപ്പെൻഡ് ചെയ്തുണ്ടാക്കുന്ന സിനിമ അങ്ങനെ ഇങ്ങനെയൊന്നും നശിച്ചു പോകില്ല. ശരിക്കും ഇത്തരം ഒരു പ്രോസസ്സ് OTTയുടെ ഈ ഒരു ഫിൽട്ടറിങ് അത് ശരിക്കും ഒരു നല്ല കാര്യമാണോ? ഇനിയും ഇത്തരത്തിലൊരു ആകാശദൂത് അല്ലെങ്കിൽ ആട് പോലെയുള്ള ചിത്രങ്ങളൊക്കെ ഇനിയും സംഭവിച്ചാൽ, അത് തിയേറ്ററിൽ പരാജയപ്പെട്ടാൽ അത് ആളുകളിലേക്ക് എത്താതെ പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകില്ലേ ഇതിൽ? നമ്മൾ ആട് പറയുമ്പോഴേ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒരു 10-60 സിനിമയ്ക്ക് മുകളിൽ തിയേറ്ററിൽ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് റിലീസ് ചെയ്തെന്ന് പോലും അല്ല, ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമകൾ വന്നു. ഇത് എത്ര നാൾ തിയേറ്ററിൽ ഓടും? ഇപ്പോൾ നമ്മുടെ നവംബർ ലാസ്റ്റ് വീക്ക് എന്താന്ന് തോന്നുന്നു. അതായത് കുറേ മലയാള സിനിമകൾ വരുന്നു. അതായത് ഇടുകയാണ് ഒരു 10-14 പടങ്ങൾ ദേ തിയേറ്ററിലേക്ക് വരുന്നു. തൊട്ടടുത്ത ആഴ്ച ഒരു വലിയ റിലീസ് വരികയാണ്. അവർക്ക് കൊടുത്താൽ പിന്നെ ഈ പടങ്ങളൊന്നും ഇല്ല. ഇവർ വാഷ് ഔട്ട് ആയി പോവാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഡംപ് ചെയ്യാൻ മാത്രം സിനിമകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു സെക്കൻഡ് ചോദ്യം എന്തായിരുന്നു? ഞാൻ വിട്ടുപോയി. ഞാൻ ഇതിലേക്ക് അല്ല, ഞാൻ പറഞ്ഞത് ഈ ദേവദൂത് അല്ലെങ്കിൽ ആട് അതായത് പോലെയുള്ള ചിത്രങ്ങൾ ഇതുപോലെ. ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നത് പിന്നീട് അഭിപ്രായം നേടിയ സിനിമകളെ കുറിച്ചാണ്. ഈ അതെ. വന്നുപോയ 10-14 പടങ്ങൾ അങ്ങനെ അഭിപ്രായം കിട്ടുമെന്ന് അവർക്ക് എന്തെങ്കിലും തോന്നലുണ്ടായിരുന്നെങ്കിൽ അവർ നല്ലൊരു റിലീസിംഗ് സ്ലോട്ട് നോക്കില്ലായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞ് നമ്മൾ കേൾക്കുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ദേവദൂതനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ദേവദൂതനാവാൻ സാധ്യതയുള്ള ഒരു സിനിമ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതല്ലേ നല്ലത്. ആ വർഷം അത്രയും പടങ്ങൾ ഇറങ്ങിയിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതുപോലെ 1-2 സിനിമകളെ കുറിച്ച് മാത്രമാണ്. ഇന്നും നമ്മൾ അത്രേ പറയുന്നുള്ളൂ. ഇതേപോലെ കുറച്ച് സിനിമകളേ ഉള്ളൂ. OTT പോയി സക്സസ് ആവാനാണെങ്കിലും ജനങ്ങൾ പിന്നീട് ഏറ്റെടുക്കാനാണെങ്കിലും ഇത്രയും സിനിമകളേ ഉള്ളൂ. ആട് ഇന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് ആടിനെ എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവുമായിരുന്നു. അത് തിയേറ്ററിലേക്ക് ആളെ എത്തിക്കുമായിരുന്നു. അന്ന് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അന്ന് അത്രയും കുറച്ച് ആളുകളെ റിവ്യൂ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ അത്രയും കുറച്ച് എന്താ പറയാ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എത്തിക്കാൻ പറ്റിയ കുറച്ച് സ്ലോട്ടുകളെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആട് അന്ന് തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ആളാണ് ഞാൻ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അന്ന് വൈകുന്നേരം ആണെങ്കിലും ഞാൻ മിഥുൻ മാനുവൽ തോമസുമായിട്ട് അതിന് മുമ്പൊക്കെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. ഞാൻ ആ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ ടാഗ് ചെയ്തൊരു പോസ്റ്റ് ഇട്ടു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. കാര്യം എനിക്ക് അത്രയും ഇഷ്ടപ്പെടാതെ പോയൊരു സിനിമയാണ് തിയേറ്ററിൽ. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഒരു കോമിക് ആംഗിളിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ കുറച്ച് സീനുകളൊക്കെ എനിക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. തിയേറ്ററിൽ എനിക്കത് വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അന്ന് ആ സിനിമ ഞാൻ റിവ്യൂ ഇട്ടിട്ട് എനിക്കത് ബോറടിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അശ്വിൻ അത് സൂപ്പറാണെന്ന് പറഞ്ഞേനെ. ചിലപ്പോൾ ഷസാം അത് സൂപ്പറാണെന്ന് പറഞ്ഞേനെ. കാരണം ആ കാറ്റഗറി ഓഫ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ അന്ന് റിവ്യൂ ഇല്ലായിരുന്നു. ഇന്നെന്താന്ന് വെച്ചാൽ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒപ്പീനിയൻ എത്തുന്നുണ്ട് ആൾക്കാരിലേക്ക്. ഇത് ഈ എളുപ്പ പരിപാടികൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് അത് നടക്കാത്തതിന്റെ വിഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഒരു തട്ടിക്കൂട്ട് പടം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പടം കയ്യിന്ന് പോയി. അതൊന്നും ആരുടെയും കുറ്റമൊന്നും ആയിരിക്കില്ല. പക്ഷേ അതും വിജയിച്ചേ പറ്റൂ. അതിനും ആരും നെഗറ്റീവ് പറയാതിരുന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. റിവ്യൂ കാരണം സിനിമ മരിക്കുന്നില്ല ഇവിടെ. എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിലവിൽ നമ്മുടെ കോവിഡിന് ശേഷം, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഒരു സിനിമ ട്രെൻഡ്, തിയേറ്ററിൽ വിജയിക്കുന്ന ഒരു സിനിമയുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആക്ഷൻ മൂവീസ് ആണ്. ഇപ്പോൾ KGF 2 ആണെങ്കിലും വിക്രം ആണെങ്കിലും ഇപ്പോ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള ഇപ്പോൾ ആനിമൽ ആണെങ്കിൽ തന്നെയും എല്ലാം ആക്ഷൻ മൂവീസ് വല്ലാതെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, തിയേറ്ററിൽ വൻ വിജയങ്ങളാകാറുണ്ട്. അപ്പോ ഇത്തരത്തിൽ ഈ ആക്ഷൻ മൂവീസിനോട് ആളുകൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വല്ലാത്തൊരു ഭ്രമം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഒരു ആവറേജ് കഥ വെച്ചിട്ടാണെങ്കിലും ആക്ഷൻ മൂവി എടുത്താൽ വിജയിക്കും, അങ്ങനെ ഒരു തരം പാറ്റേൺ ഇപ്പോൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോവിഡ് അത് ഇതിന് ശേഷം ചോദിക്കാൻ കാരണം പ്രത്യേകിച്ച് ഒരു ട്രോൾ ഇപ്പോ അടുത്തിടെ പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഇങ്ങനെ ഷെയർ ചെയ്ത് വരുന്നത് കണ്ടു. അതിപ്പോ കോവിഡിന് മുൻപ് പ്രത്യേകിച്ച് ഒരു കഥ എടുക്കാനില്ലാതെ സിനിമകൾ പരാജയപ്പെട്ടു കൊണ്ടുപോയിരുന്ന ഒരു സംവിധായകൻ കുറച്ച് ആക്ഷനും പിന്നെ അൾട്രാ മോഡേൺ ഗൺസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സിനിമ എടുക്കുന്നു, തിയേറ്ററിൽ വൻ വിജയമാകുന്നു. അത്തരത്തിൽ കളിയാക്കിക്കൊണ്ട് ട്രോൾ കണ്ടിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടി വരച്ചാണ് ചോദിക്കുന്നത്. അല്ല ഈ സംഭവം എന്താന്ന് വെച്ചാൽ പൃഥ്വിരാജ് നമ്മുടെ ഈ OTT പ്ലാറ്റ്ഫോംസിന്റെ ഒക്കെ ഒരു കടന്നുവരവിന് ശേഷം പറഞ്ഞൊരു സംഭവമായിരുന്നു. അതായത് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾക്ക് ഇനി ആളുകൾ തിയേറ്ററിലേക്ക് പോകുമെന്ന് പറയുന്നത്. അതായത് ഞാൻ ഇത്ര പൈസ കൊടുക്കാം, പൈസ കൊടുത്തിട്ട് ഞാൻ തിയേറ്ററിലേക്ക് പോവാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഈ പരിസരം മറന്നിരിക്കാൻ പറ്റണം. അതായത് സിനിമ കണ്ടിറങ്ങുന്ന മൊമെന്റ് വരെ എനിക്ക് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റണം. അതില് ഇപ്പം ജയിലറിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആ റിവ്യൂലും പറഞ്ഞതാണ്. മോഹൻലാൽ ഫാൻസിന് ഒരു 5 വർഷത്തേക്ക് ആഘോഷിക്കാനുള്ള വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടാനുള്ള കണ്ടന്റ് അതിലുണ്ട് എന്നുള്ളത്. അതിൽ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നിങ്ങൾ പുറത്ത് നടക്കുന്ന ഒന്നും അറിയില്ല. ആലോചിക്കില്ല. മോഹൻലാൽ 25 പേരെ വെട്ടിക്കൊല്ലുന്ന അല്ലെങ്കിൽ ഇടിച്ച് തെറിപ്പിക്കുന്ന ആ ഷോട്ടൊന്നും അതിൽ കാണിച്ചിട്ടില്ല. അത് ഓഡിയോ വിഷ്വൽ ട്രീറ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യേണ്ടതാണെന്ന് പറയുന്ന ഒരു ഫീലിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ട്.
അങ്ങനെയുള്ള കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഫാലിമി തിയേറ്ററിൽ അത്യാവശ്യം ഓടിയ പടമാണ്. സൂപ്പർ ഹിറ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം ആളൊക്കെ ആയിട്ട് ഞാൻ പോയ സമയത്ത് മറ്റ് സിനിമകൾക്ക് പോകുമ്പോഴും അവിടെ ആളുണ്ട്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്തിരിക്കുന്ന അത്രയും സമയവും നിങ്ങൾ വേറെ പുറത്തേക്ക് പോകുന്നില്ല. നിങ്ങളുടെ മൈൻഡ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള സിനിമകൾക്കാണ് ആളുകൾ തിയേറ്ററിൽ പോവുക ഇപ്പോൾ. കാര്യം അല്ലാത്ത സിനിമകളെല്ലാം എനിക്ക് കുറച്ച് ഇമോഷണൽ വാല്യൂ ഉള്ള സാധനങ്ങൾ കാണണമെന്ന് വെച്ചാൽ എനിക്ക് OTTയിൽ ഏതെങ്കിലും ഒരു പടം എടുത്ത് വെച്ച് കണ്ടാൽ മതി. എല്ലാം അവൈലബിൾ ആണ്. അപ്പം തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന അത്രയും ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആക്ഷൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആക്ഷൻ ചെയ്യാൻ ഈസിയാണെന്നല്ല ഞാൻ പറയുന്നത്. ആക്ഷൻ ഓറിയന്റഡ് സിനിമകളിൽ നമുക്ക് ജിൽ ജിൽ മ്യൂസിക് ഇടാം, നല്ല പറക്കുന്ന ആക്ഷൻ ഇടാം, സ്ലോ മോഷൻ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ പെരുപ്പിച്ച് വെക്കാം. പക്ഷെ ആക്ഷൻ ഇല്ലാതെയും നമുക്ക് ആ ഫീലൊക്കെ ചിലപ്പോൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിന് നല്ല തല വേണം. അല്ലെങ്കിൽ അതിന്റെ പുറകിൽ അത്രയും എഫേർട്ട് വേണം. അപ്പം അത്രയും എഫേർട്ട് കൊടുക്കാതെ നമുക്കൊരു ബേസിക് തിരക്കഥയിൽ ടെക്നിക്കൽ സൈഡിൽ നന്നായിട്ട് വർക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതായതുകൊണ്ടായിരിക്കാം ഒരു ആവറേജ് തിരക്കഥയും അതിൻ്റെ കൂടെ കുറേ ആക്ഷനും ഒക്കെ ആയിട്ട് കുറേ സിനിമകൾ വരുന്നത്. പിന്നെ തിയേറ്ററിൽ കണ്ടിരിക്കാൻ ഓളമാണ്. നല്ല സൗണ്ട് എഫക്ട്, നമുക്ക് ഈ ശബ്ദവും ദൃശ്യങ്ങളും നല്ലോണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഒരു രസമാണ്. ആ ഒരു രസം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിൽ പോകുന്നത്. പിന്നെ ഇപ്പം അത് താങ്കൾ ആക്ഷൻ പ്രേമിയാണോ? പ്രത്യേകിച്ച് ബാലയ്യയുടെ സിനിമയൊക്കെ പറ്റി നല്ലോണം പുകഴ്ത്തിയൊക്കെ ബാലകി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ തിയേറ്റർ വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. ബാലയുടെ പടം നമ്മൾ ലാപ്ടോപ്പിലിട്ടോ അല്ലെങ്കിൽ ഫോണിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെറും ഒരു ട്രോൾ മെറ്റീരിയൽ മാത്രമാണ്. തിയേറ്ററിലും അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തിയേറ്ററിൽ കാണുമ്പോൾ ഇത്രയും കളറും ഇത്രയും സാധനങ്ങളൊക്കെ തീർച്ചയായും അവർ വിഷ്വൽ അറേഞ്ച് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതൊരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ്. ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പുറത്ത് കിടക്കുന്ന സാധനങ്ങളൊന്നും ആലോചിക്കാതെ അങ്ങനെ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പം അവതാറിനെ പറ്റി നമ്മൾ പറഞ്ഞു. അവതാർ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ അകത്ത് ആക്ഷൻ എന്ന് പറയുന്നത് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന, ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ചിടങ്ങളിലുള്ള ഒരു യുദ്ധം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാലും ആ സിനിമ വീണ്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നതാണ്. ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമയും കപ്പൽ പൊട്ടുന്ന സീൻ മാത്രമല്ല അതിനെ തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത്. അതിന് മുമ്പുള്ള ലവ് സ്റ്റോറി എത്രയോ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ലവ് സ്റ്റോറി തിയേറ്ററിൽ കാണാനുള്ള. അപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ ആക്ഷൻ അല്ലാത്തത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളും അത്രയും ജെനുവിൻ ആയിട്ടുള്ള എഫേർട്ടും ഒക്കെ വേണം. അപ്പം അല്ലാത്ത പക്ഷം ആക്ഷനാണ് ഈസി. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും കൂടുതൽ സിനിമകൾ ഉണ്ടാകുന്നത്. പിന്നെ വന്നിട്ടുള്ള സിനിമകളിലാണെങ്കിലും ടെക്നിക്കലി നമ്മൾ ഇങ്ങനെയുള്ള രസമുള്ള സാധനങ്ങൾ കണ്ടിട്ടുള്ളത് കുറവല്ലേ. ഒരു ആവറേജ് മലയാളിയെ സംബന്ധിച്ച് നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ ടെക്നിക്കലി ഇത്രയും എന്താ പറയുക വെൽ സെറ്റ് ആയിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുള്ളത് കുറവായിരിക്കുമല്ലോ. അപ്പം അത് കാണുമ്പോൾ ഒരു ആവേശം നമുക്ക് ഉണ്ടാവില്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ജനറേഷൻ്റെ വ്യത്യാസങ്ങളും ഉണ്ടാവും. നമുക്കിതൊക്കെ കാണുമ്പോഴേ നമുക്കൊരു ഹൈ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ. അവസാനത്തെ ഒരു ചോദ്യം. ഇനി ഈ വരുന്ന വർഷത്തിൽ 2024 ഇപ്പോൾ തുടക്കമാണ്. ഈ വർഷം താങ്കൾ ഇനി അങ്ങോട്ട് കാത്തിരിക്കുന്ന, പ്രധാനമായിട്ട് താങ്കൾ ഉറ്റുനോക്കുന്ന ചിത്രങ്ങൾ എടുത്തു പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ടാവും? ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞ മലയാളത്തിൽ. ദിവസം ആരോ ചോദിച്ചപ്പോൾ ഞാൻ അത്രയും സിനിമകൾ ഈ വർഷത്തെ ഏതൊക്കെയാണെന്ന് അങ്ങനെ അത്രയും ലിസ്റ്റ് ചെയ്തിരിക്കുന്നൊന്നുമില്ല. ആവേശം എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു സിനിമയാണ്. വാലിബൻ അടുത്തൊരു ആകാംക്ഷയുള്ള സിനിമയാണ്. ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരുവിധം എല്ലാവരുടെയും സിനിമകൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. ഞാൻ ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രെയിലർ കാണാം. അതിന് ശേഷം നമുക്കൊരു ധാരണ കിട്ടുമല്ലോ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ പ്രതീക്ഷിക്കാമെന്നാണ്. കാരണം വൻ പ്രതീക്ഷകളൊക്കെ ആയിട്ട് പോയ പല സിനിമകളും തിയേറ്ററിൽ നമുക്ക് തന്നത് ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത കുറച്ച് എക്സ്പീരിയൻസസ് ആണ്. സോ അങ്ങനെ ട്രെയിലറൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പോസ്റ്ററും നടന്റെ പേരും ഒക്കെ വെച്ചിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന പരിപാടി ശരിയാവില്ല. ഓക്കെ. അപ്പോ എന്തായാലും ഇനി വരുന്ന വർഷത്തിലേക്ക് താങ്കളുടെ റിവ്യൂവിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ജീവിതത്തിലാണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും നേരം സി മലയാളം ന്യൂസിനോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്.